ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമഡിറ്റി ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. അപ്പോൾ ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. മികച്ച രീതിയിൽ നിങ്ങൾ പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? കാരണം സെപ്റ്റംബർ 5-ാം തീയതി പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കണം. അതിനായിട്ട് വിവിധ വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് കൂടി നിങ്ങൾ നന്നായിട്ട് ഉത്തരം എഴുതണം. അതിനായിട്ട് നമുക്ക് കുറച്ച് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ പഠിച്ചാലോ? അതായത് മുൻവർഷ ചോദ്യങ്ങൾ കൂടി നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നെറ്റ്വർക്കിംഗ് ഡിവൈസ്? ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 ഓപ്ഷനിൽ കാണുന്ന ഒരു ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന സംഗതി നെറ്റ്വർക്ക് ഡിവൈസ് അല്ല എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ സിലബസിൽ നെറ്റ്വർക്ക് ഡിവൈസുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ പഠിക്കുകയും ചെയ്തു. ഇവിടെ ഓപ്ഷൻ എ റൗട്ടർ, ഓപ്ഷൻ ബി സ്വിച്ച്, ഓപ്ഷൻ സി മോഡം, ഓപ്ഷൻ ഡി കമ്പൈലർ. ഏതായിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി കമ്പൈലർ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി കമ്പൈലർ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കമ്പൈലർ ആക്ച്വലി ഈ കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെറ്റ്വർക്ക് ഡിവൈസ് അല്ല. കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഡിവൈസ് അല്ല. കമ്പൈലർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു ട്രാൻസ്ലേറ്റർ ആണ് കേട്ടോ. ഒരു ട്രാൻസ്ലേറ്റർ ആണ്, ട്രാൻസ്ലേറ്റിംഗ് പ്രോഗ്രാം ആണ് കമ്പൈലർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇൻസ്ട്രക്ഷനുകൾ അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജസിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകാനായിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ആണ് കമ്പൈലർ എന്ന് പറയുന്നത്. അത് മനസ്സിൽ വെച്ചിരിക്കുക. ദെൻ മുകളിൽ റൗട്ടർ, സ്വിച്ച്, മോഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നെറ്റ്വർക്ക് ഡിവൈസുകൾക്ക് ഉദാഹരണങ്ങളാണ്. അതിൽ റൗട്ടർ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പാത്തിലൂടെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലൂടെ ആ ഡാറ്റ എന്ത് ചെയ്യുക? ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടെത്തിക്കുക. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആണ് റൗട്ടർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഒരു കറക്റ്റ് റൂട്ട് കണ്ടുപിടിച്ച് ഒരു സോഴ്സ് കമ്പ്യൂട്ടറിൽ നിന്നും ഡാറ്റ പാക്കറ്റുകളെ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ജോലിയാണ് ആർക്കുള്ളത്? റൗട്ടറിനുള്ളത് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ദെൻ അടുത്തത് വരുന്നത് എന്താണ്? സ്വിച്ച് ആണ്. സ്വിച്ച് നമുക്കറിയാവുന്ന സ്വിച്ച് അല്ലെ. സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യാനും ഫാൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നു. ഇത് ആ സ്വിച്ച് അല്ല. ഇവിടെ പറയുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിനകത്ത് കമ്പ്യൂട്ടർ ഡിവൈസസിനെ അല്ലെങ്കിൽ നോഡ്സിനെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് ഡിവൈസസ് ഉണ്ടാവും അല്ലേ. കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് ഓറിയന്റഡ് ഡിവൈസസ് ഉണ്ടാവും. ഈ ഡിവൈസസിനെ എല്ലാം പരസ്പരം ഇന്റർ കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഈ സ്വിച്ചിന്റെ ഒരു പ്രത്യേകത എന്താണ്? അതായത് ഒരു നെറ്റ്വർക്കിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. എ, ബി, സി, ഡി, ഇ, എഫ് ഇങ്ങനെ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ നോഡുകൾ ഉണ്ടാവും. നമ്മൾ നോഡുകൾ എന്ന് പറയും കേട്ടോ. ഒരു നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ഡിവൈസുകളെയും നോഡ് എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ഇപ്പോ ഇവിടെ എ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൽ നിന്നും ഇ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ അയക്കണം എന്ന് വിചാരിക്കുക. നമ്മൾ സ്വിച്ച് ആണ് നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടേഴ്സ് പരസ്പരം ഇന്റർകണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഈ എയിൽ നിന്നുള്ള ഡാറ്റയെ സ്വിച്ച് എന്ത് ചെയ്യുന്നു? ഇ എന്ന് പറയുന്ന ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് കണ്ടുപിടിച്ച് എന്ത് ചെയ്യുന്നു? ഇ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ ഇവിടെ സ്വിച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിൽ നിന്ന് ഒരു ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ ഇയിലേക്ക് മാത്രമേ സ്വിച്ച് കൊണ്ടുപോവുകയുള്ളൂ. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ഡാറ്റ ട്രാഫിക് കുറയും, ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യും? കൂടും അല്ലേ. അതായത് ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് കൂടും. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്ത് പോകുന്നു. ഈ സ്വിച്ച് പോലെ തന്നെ മറ്റൊരു ഡിവൈസ് ഉണ്ട്, ഹബ്ബ് എന്ന് പറയുന്നതും ഒരു നെറ്റ്വർക്കിനകത്ത് ഡിവൈസസിനെ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് തന്നെയാണ്. പക്ഷേ ഹബ്ബ് ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തിയിരുന്നത് എന്നുണ്ടെങ്കിൽ എയിൽ നിന്നും ഇയിലേക്ക് ഞാൻ ഡാറ്റ അയക്കാൻ ഒരു അറ്റംപ്റ്റ് നടത്തിയാൽ എയിൽ നിന്നും ബിയിലേക്കും സിയിലേക്കും ഡിയിലേക്കും എഫിലേക്കും ഇയിലേക്കും എല്ലായിടത്തും ഡാറ്റ പോകും. ഈ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ പോകും. പക്ഷേ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവർ എന്ത് ചെയ്യും? ആ ഡാറ്റയെ ഇഗ്നോർ ചെയ്യും. കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റ അല്ല. ഈ മാത്രം എന്ത് ചെയ്യും? ആ ഡാറ്റയെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ
ഒരു നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസുകളിലും ഈ ഡാറ്റകൾ കയറി ഇറങ്ങും ഹബ്ബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എന്ത് സംഭവിക്കും? അവിടെ ഡാറ്റ ട്രാഫിക് കൂടും, ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് കുറയും കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് നെറ്റ്വർക്കുകളിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? സ്വിച്ച് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ദെൻ മോഡം എന്താണ് നമുക്കറിയാം. മോഡുലേഷൻ, ഡീമോഡുലേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് മോഡം യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഡിജിറ്റൽ സിഗ്നലിനെ ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്, അത് ടെലിഫോൺ ലൈൻസോ കേബിൾസോ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനലോഗ് സിഗ്നലായിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. ഈ കൺവേർട്ട് ചെയ്ത അനലോഗ് സിഗ്നൽ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? വീണ്ടും ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ആവുന്നു. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് മോഡം എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫയൽസ് ഓവർ ദ ഇന്റർനെറ്റ്? അപ്പൊ ഇന്റർനെറ്റിലൂടെ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ പ്രോട്ടോകോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? അറിഞ്ഞൂടാത്തവർ ശ്രദ്ധിച്ചു കൊള്ളുക. സെറ്റ് ഓഫ് റൂൾസിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുവാനായിട്ട് വേണ്ടുന്ന ചില നിയമങ്ങൾ, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പ്രോട്ടോകോൾ എന്ന് പറയാം. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ HTTP, ഓപ്ഷൻ ബി FTP, ഓപ്ഷൻ സി SMTP, ഓപ്ഷൻ ഡി SNMP. എന്തായിരിക്കും കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? നമ്മുടെ ഇന്റർനെറ്റിലൂടെ ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ഉത്തരം ചിന്തിച്ച് എഴുതുക കേട്ടോ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? FTP ആണ് കേട്ടോ. FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ഫയൽസിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഫയൽസിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഫയൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് FTP. FTPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളിലെല്ലാം വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫയൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ കൂടിയാണെന്ന് പറയുന്നത് FTP എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ഓപ്ഷനിൽ HTTP, SMTP, SNMP ഒക്കെ ഉണ്ട്. അതും കൂടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. HTTPയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്താണ് ഈ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റുകളെ ഒരു സോഴ്സിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, അല്ലെങ്കിൽ ഇന്റർനെറ്റിനകത്ത് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് HTTP എന്ന് പറയുന്നത്. ഇതിന് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറയാൻ കാരണം HTML ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് ആയതുകൊണ്ടാണ്. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് ആയതുകൊണ്ടാണ് അതിനെ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറയാൻ കാരണം. ആക്ച്വലി നമ്മളെ വെബ് പേജ് എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ് കേട്ടോ. എല്ലാ വെബ് പേജുകളെയും ഉണ്ടാക്കാനായിട്ട് ബേസിക്കലി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നീട് വെബ്സൈറ്റിന്റെ ഫംഗ്ഷനാലിറ്റീസ് കൂട്ടാനായിട്ട് മറ്റു തരത്തിലുള്ള അഡ്വാൻസ്ഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളും അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ HTML-നകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാറാണ് പതിവ് കേട്ടോ. മനസ്സിലാക്കുക. ഇനി SMTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫറിംഗ് പ്രോട്ടോകോൾ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിൽസ് സെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് SMTP എന്ന് പറയുന്നത് കേട്ടോ. SMTP. then SNMP, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ. നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ. സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IP ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു IP അഡ്രസ് അസൈൻ ചെയ്തുകൊണ്ട് നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവൈസസിനെ മാനേജ് ചെയ്യാനും മോണിറ്റർ ചെയ്യുവാനും വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ് SNMP, അല്ലെങ്കിൽ സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചെല്ലാം. Which type of network is used to connect computers within a single building? ഒരു സിംഗിൾ ബിൽഡിങ്ങിനകത്തുള്ള കമ്പ്യൂട്ടേഴ്സിനെ ഒരു നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു സിംഗിൾ ബിൽഡിങ്ങിനകത്തുള്ള നെറ്റ്വർക്കുകൾക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന
ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാവുന്ന 4 ടൈപ്പുകൾ ഇവിടെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ വാൻ, ഓപ്ഷൻ ബി ലാൻ, ഓപ്ഷൻ സി മാൻ, ഓപ്ഷൻ ഡി പാൻ. ഏതായിരിക്കും കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ലാൻ ആണ്. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കേട്ടോ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റൂമിനകത്തോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ ഒരു എൻറ്റർ ക്യാമ്പസ് മുഴുവനും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ് ടു 10 കിലോമീറ്റർ ചുറ്റളവിൽ വരെയുള്ള ഡിവൈസസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് വാൻ ആണ്. വാൻ എന്ന് പറഞ്ഞാൽ എന്താ? വൈഡ് ഏരിയ നെറ്റ്വർക്ക് കേട്ടോ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് അതായത് വളരെ റിമോട്ടഡ് ലൊക്കേഷൻസിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ പരസ്പരം ഇന്റർകണക്ട് ചെയ്യിക്കുവാനായി യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലെ വളരെ വിദൂരതയിലുള്ള ഡിവൈസസിനെ പോലും നമുക്ക് പരസ്പരം ഇന്റർകണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റർനെറ്റ് തന്നെയാണ് കേട്ടോ. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. കാരണം നമുക്കറിയാം നമ്മുടെ ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പറയാം. നമ്മുടെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലാനുകൾ, മാനുകൾ, അതേപോലെ തന്നെ പാനുകൾ, ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നെറ്റ്വർക്കുകളും എല്ലാ തരത്തിലുള്ള കപ്പാസിറ്റി കൂടിയ ഡിവൈസസും കപ്പാസിറ്റി കുറഞ്ഞ കമ്പ്യൂട്ടർ ഡിവൈസസും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വൈഡ് ഏരിയ നെറ്റ്വർക്കിനകത്ത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ദെൻ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് കേട്ടോ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ലെങ്കിൽ ഒരു നഗര പരിധിക്കുള്ളിൽ മാത്രം ലഭ്യമാകുന്ന നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. മാക്സിമം 150 കിലോമീറ്റർ ദൂരപരിധിയിൽ വരെ ലഭിക്കുന്ന നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആ ഒരു നഗര പരിധി വിടുന്നതോടുകൂടി ആ നെറ്റ്വർക്കിന്റെ കവറേജും എന്ത് ചെയ്യും? പിന്നീട് കിട്ടില്ല, അല്ലെങ്കിൽ കവറേജ് പോവും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ. നമ്മുടെ ചില ലോക്കൽ ടെലിവിഷൻ, കേബിൾ TV അല്ലെങ്കിൽ കേബിൾ ടെലിവിഷൻ ചാനൽസ് ഉണ്ടല്ലോ, ഇത് വേണമെങ്കിൽ നമുക്കൊരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന്റെ ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് കേട്ടോ. ഒരു പർട്ടിക്കുലർ നഗരത്തിൽ മാത്രമായിരിക്കും ആ ഒരു ചാനൽ ലഭിക്കുന്നത്. ആ ഒരു നഗരപരിധി വിടുന്നതോടുകൂടി പിന്നീട് ആ ചാനൽ എന്ത് ചെയ്യില്ല, നമുക്ക് ലഭിക്കില്ല കേട്ടോ. അത് മാൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. പിന്നെ വരുന്നത് എന്താണ്? പാൻ എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന നെറ്റ്വർക്കിനെയാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു വ്യക്തി അയാളുടെ കമ്പ്യൂട്ടർ, അയാളുടെ ലാപ്ടോപ്പ്, അയാളുടെ ടാബ്ലറ്റ്, മൊബൈൽ ഫോണ്, സ്കാനർ, പ്രിന്റർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇന്റർകണക്ട് ചെയ്ത് ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇതെല്ലാം മുൻവർഷ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്, ഇനിയും ആവർത്തിച്ച് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിവൈസ് ഈസ് പ്രൈമറിലി യൂസ്ഡ് ടു കണക്ട് മൾട്ടിപ്പിൾ ഡിവൈസസ് വിത്തിൻ എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്? ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് മൾട്ടിപ്പിൾ ഡിവൈസസിനെ കണക്ട് ചെയ്യുവാനായിട്ട് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഓപ്ഷൻ എ റൗട്ടർ, ഓപ്ഷൻ ബി സ്വിച്ച്, ഓപ്ഷൻ സി മോഡം, ഓപ്ഷൻ ഡി റിപ്പീറ്റർ. എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? റൗട്ടറിന്റെ ഉപയോഗം എന്താണെന്നും സ്വിച്ചിന്റെ ഉപയോഗം എന്താണെന്നും മോഡത്തിന്റെ ഉപയോഗം എന്താണെന്നും റിപ്പീറ്ററിന്റെ ഉപയോഗം എന്താണെന്നും കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി സ്വിച്ച് ആണ്. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് മൾട്ടിപ്പിൾ ഡിവൈസസിനെ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് അല്ലെങ്കിൽ നമ്മൾ ഹബ്ബും ഈ ഒരു സെയിം ആവശ്യത്തിനായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട് കേട്ടോ. സ്വിച്ചും ഹബ്ബും ഒരേ ആവശ്യത്തിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹബിന്റെയും സ്വിച്ചിന്റെയും വ്യത്യാസം എന്താണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഓക്കെ, ദെൻ റൂട്ടർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു. മോഡം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി റിപ്പീറ്റർ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സ് കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ അയക്കുകയാണ്. അപ്പോൾ വളരെ റിമോട്ടഡ് ആയിട്ടാണ് അല്ലെങ്കിൽ വളരെ ദൂരെയാണ് ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ഡാറ്റ പാക്കറ്റ് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ഡാറ്റ പാക്കറ്റിന്റെ സ്ട്രെങ്ത് ഒന്ന് കുറയും. സ്ട്രെങ്ത് കുറയുമ്പോൾ ആ ഡാറ്റ പാക്കറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇവിടെ റിപ്പീറ്റർ യൂസ് ചെയ്യും. വീണ്ടും ഡാറ്റ ഈ ഒരു സ്പോട്ടിൽ എത്തുമ്പോൾ വീണ്ടും അതിന്റെ സ്ട്രെങ്ത് കുറയും. വീണ്ടും നമ്മൾ റിപ്പീറ്റർ ഉപയോഗിച്ച് ബൂസ്റ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ കൊണ്ട് എത്തിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഡാറ്റ പാക്കറ്റുകൾ വീക്ക് ആവുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഡിവൈസാണ് റിപ്പീറ്റർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും യാത്ര പോകുമ്പോഴത്തേക്ക് ഒരുപാട് ദൂരം യാത്ര പോകുമ്പോൾ ഒരു നിശ്ചിത പരിധി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റീഫ്രഷ്മെൻറ്റ് ആവശ്യമായിട്ട് വരും അല്ലേ. കുറച്ച് വെള്ളം കുടിക്കാൻ തോന്നും, അത്യാവശ്യം ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നും. എന്തിനാണ്? നമ്മൾ ക്ഷീണിച്ച് പോകാതിരിക്കാനാണ്, നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സെയിം കോൺസെപ്റ്റ് ചിന്തിച്ചാൽ മതിയാവും കേട്ടോ. ഡാറ്റ സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഡാറ്റ ഒന്ന് വീക്ക് ആവും, അതിനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? റിപ്പീറ്റർ ഉപയോഗിച്ച് തന്നെ ബൂസ്റ്റ് ചെയ്യുന്നു, വീണ്ടും അയക്കുന്നു, റിപ്പീറ്റർ ഉപയോഗിച്ച് ബൂസ്റ്റ് ചെയ്യുന്നു, ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എങ്ങനെയാണോ നമ്മൾ അയച്ചത് അതേ രൂപത്തിലുള്ള ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ മോഡം? ഒരു മോഡത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ടു ആംപ്ലിഫൈ സിഗ്നൽസ്, ഓപ്ഷൻ ബി ടു കൺവേർട്ട് ഡിജിറ്റൽ സിഗ്നൽസ് ടു അനലോഗ് ആൻഡ് വൈസ് വേഴ്സ, ഓപ്ഷൻ സി ടു റൂട്ട് ഡാറ്റ ബിറ്റ്വീൻ നെറ്റ്വർക്ക്സ്, ഓപ്ഷൻ ഡി ടു കണക്ട് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്. കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ടു കൺവേർട്ട് ഡിജിറ്റൽ സിഗ്നൽസ് ടു അനലോഗ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ മോഡത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? മോഡുലേഷനും ഡീമോഡുലേഷനുമാണ് കേട്ടോ. ഒരു ഡിവൈസിൽ നിന്നുള്ള എന്താ പറയുന്നത് ഡിജിറ്റൽ സിഗ്നൽസിനെ ഒരു ട്രാൻസ്മിഷൻ മീഡിയയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യിക്കുവാൻ വേണ്ടിയിട്ട് അനലോഗ് സിഗ്നലായിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. ഈ അനലോഗ് സിഗ്നൽ എന്ത് ചെയ്യുന്നു? ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ വീണ്ടും ഡിജിറ്റൽ സിഗ്നലായി മാറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഡെസ്റ്റിനേഷൻ സിസ്റ്റത്തിനകത്ത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണെന്ന് പറയുന്നത് മോഡം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. നമ്മുടെ വീടുകളിലെല്ലാം മോഡം ഉണ്ടാവുമോ, അല്ലെ ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മോഡം വേണം. മോഡം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്റർനെറ്റ് കണക്ഷൻ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ മറ്റ് 3 ഓപ്ഷൻസും കൂടി കിടപ്പുണ്ട്. എ ടു ആംപ്ലിഫൈ സിഗ്നൽസ്. ടു ആംപ്ലിഫൈ സിഗ്നൽസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? റിപ്പീറ്റർ ആണ് അല്ലേ. റിപ്പീറ്റർ ആണ് സിഗ്നൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ടു റൂട്ട് ഡാറ്റ ബിറ്റ്വീൻ നെറ്റ്വർക്ക്സ്. നെറ്റ്വർക്കിൽ ഡാറ്റകളെ കറക്റ്റ് റൂട്ടിലൂടെ കൊണ്ടെത്തിക്കുക. ഈ പരിപാടി ചെയ്യുന്നത് ആരാണ്? റൗട്ടറാണ് അല്ലേ. റൗട്ടറിന്റെ ആൻസർ ആണത്. പിന്നെ ടു കണക്ട് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. 2 വ്യത്യസ്ത തരത്തിലുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. എന്താണ്? ഗേറ്റ് വേ കേട്ടോ. ഗേറ്റ് വേ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ഗേറ്റ് വേ 2 വ്യത്യസ്ത തരത്തിലുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ പരസ്പരം ഇന്റർകണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഗേറ്റ് വേ കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, this type of network is ideal for connecting multiple personal devices like laptops, smartphones and tablets within a short range. വളരെ കുറഞ്ഞ ദൂരപരിധിക്കുള്ളിൽ ലാപ്ടോപ്പുകളെയും സ്മാർട്ട് ഫോണുകളെയും ടാബ്ലറ്റുകളെയും എല്ലാം ഒരുമിച്ച് ഇന്റർകണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. ഓപ്ഷൻ എ ലാൻ, ഓപ്ഷൻ ബി വാൻ, ഓപ്ഷൻ സി പാൻ, ഓപ്ഷൻ ഡി മാൻ. കറക്റ്റ് ആൻസർ എന്താ? ഓപ്ഷൻ സി പാൻ ആണ്. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈപ്പിക്കൽ ആപ്ലിക്കേഷൻ ഏരിയ ഫോർ എ വൈഡ് ഏരിയ നെറ്റ്വർക്ക്? വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ ഒരു ടൈപ്പിക്കൽ ആപ്ലിക്കേഷൻ ഏരിയ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ താഴെയുള്ള ഓരോ സ്റ്റേറ്റ്മെന്റും കൃത്യമായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യുക? ആൻസർ പറയുക. ഓപ്ഷൻ എ കണക്ടിംഗ് ഡിവൈസസ് വിത്തിൻ എ സിംഗിൾ ബിൽഡിംഗ്, ഓപ്ഷൻ ബി കണക്ടിംഗ് മൾട്ടിപ്പിൾ ബ്രാഞ്ച് ഓഫീസസ് ഇൻ ഡിഫറെന്റ് സിറ്റീസ്, ഓപ്ഷൻ സി കണക്ടിംഗ് പേഴ്സണൽ ഡിവൈസസ് ലൈക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്, ഓപ്ഷൻ ഡി കണക്ടിംഗ് ഡിവൈസസ് വിത്തിൻ എ മെട്രോപൊളിറ്റൻ ഏരിയ. കറക്റ്റ് ആൻസർ എന്തായിരിക്കും? കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ ബി ആണ്. കണക്ടിംഗ് മൾട്ടിപ്പിൾ ബ്രാഞ്ച് ഓഫീസസ് ഇൻ ഡിഫറെന്റ് സിറ്റീസ്. വ്യത്യസ്ത നഗരത്തിലുള്ള ബ്രാഞ്ച് ഓഫീസസിനെ ഒരുമിച്ച് കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഈ 4 സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ അതിന് വളരെ എന്താ പറയേണ്ടത്, അതുമായിട്ട് വളരെ സൂറ്റബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വാൻ? ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കവേഴ്സ് എ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ടൈപ്പിക്കലി സ്ലോവർ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്സ് കമ്പയർഡ് ടു ലാൻഡ്സ്. ഓപ്ഷൻ സി യൂസ്ഡ് വിത്തിൻ എ സിംഗിൾ ബിൽഡിംഗ്. ഓപ്ഷൻ ഡി ഓഫൻ യൂസസ് ലീസ്ഡ് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. ഇതിൽ ശരിയല്ലാത്ത ഒരു പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഓപ്ഷൻ സി ആണ്. യൂസ്ഡ് വിത്തിൻ എ സിംഗിൾ ബിൽഡിംഗ്. അത് ശരിക്കും പറഞ്ഞാൽ ലാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രസ്താവനയാണ് അല്ലേ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ബാക്കി കാണുന്ന എയും ബിയും ഡിയും ഒക്കെ എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 2002 നടത്തിയ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. എ ഡിവൈസ് ദാറ്റ് കണക്ട്സ് നെറ്റ്വർക്ക് ദാറ്റ് യൂസ് ഡിഫറെന്റ് പ്രോട്ടോകോൾസ്. അതായത് വ്യത്യസ്ത പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകളെ പരസ്പരം ഇന്റർകണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്വിച്ച്, ഓപ്ഷൻ ബി ഹബ്ബ്, ഓപ്ഷൻ സി ഗേറ്റ് വേ, ഓപ്ഷൻ ഡി പ്രോക്സി സെർവർ. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഗേറ്റ് വേ ആണ്. ഇത് പഠിക്കുമ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഡെഫിനിഷനും കൂടെ പഠിക്കുക കേട്ടോ.
എ ഡിവൈസ് ദാറ്റ് കണക്ട്സ് നെറ്റ്വർക്ക് ദാറ്റ് യൂസ് ഡിഫറെന്റ് പ്രോട്ടോകോൾസ്. വ്യത്യസ്ത പ്രോട്ടോകോളുകൾ ഉപയോഗിക്കുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ പരസ്പരം ഇന്റർകണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം മുൻവർഷ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഇതൊക്കെ തന്നെ ആയിരിക്കും തിരിച്ചും മറിച്ചും പല രൂപത്തിലും ഭാവത്തിലും ചോദിക്കുവാൻ സാധ്യത ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ CC-യിൽ ഒരു ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 7 ദിവസത്തെ ഒരു ബൂസ്റ്റർ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. 7-day റാപ്പിഡ് റിവിഷൻ ബാച്ച് ആണ്. ഓഗസ്റ്റ് 29-ാം തീയതിയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഒരു പരന്ന പഠനം ഒരിക്കലും സാധ്യമല്ല. അത്യാവശ്യം പഠിച്ച് വച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചതിനെ ഒന്നും കൂടി ഒന്ന് തേച്ച് മിനുക്കാനായിട്ട് സാധിക്കും കേട്ടോ. കാരണം ഈ അവസാനവട്ട റിവിഷൻ ആണ് നമ്മളെ ഒരു റാങ്കിന്റെ മുൻപന്തിയിൽ എത്തിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. സോ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ 7 ദിവസത്തെ ക്ലാസ് ആണ്. ഓരോ മോഡ്യൂളും ഓരോ മണിക്കൂർ വെച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും തന്നെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക 8921440580. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻഡ് IP version 4 address is a dash bit address. IP version 4 അഡ്രസ്സ് എത്ര ബിറ്റ് അഡ്രസ്സ് ആണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 2023 നടത്തിയ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. IP version 4 അഡ്രസ്സ് ഓപ്ഷൻ A 16, ഓപ്ഷൻ B 32, ഓപ്ഷൻ C 64, ഓപ്ഷൻ D 128. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ B 32 ആണ് കേട്ടോ. 32 ബിറ്റാണ് ഒരു IP version 4 അഡ്രസ്സിന്റെ ബിറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന IP അഡ്രസ്സുകളെല്ലാം IP version 4 അഡ്രസ്സ് ആണ്. അതായത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 4 അഡ്രസ്സ്. ഒരു നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഡിവൈസസിനെയും യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ് IP അഡ്രസ്സ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ IP അഡ്രസ്സിനും 4 ഫീൽഡാണ് ഉള്ളത്. ഓരോ ഫീൽഡിനെയും ഒരു ഡോട്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ഫീൽഡുകളിലും നമുക്ക് 0 മുതൽ 255 വരെയുള്ള ഡിജിറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള വസ്തുതയും മനസ്സിലാക്കുക കേട്ടോ. ഈ ഓരോ ഫീൽഡിന്റെയും സൈസ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ് കേട്ടോ. ഓരോ ഫീൽഡിന്റെയും സൈസ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. ഓക്കെ, 8 ബിറ്റ് ആണ്. അങ്ങനെയാണ് ഇതിന്റെ ടോട്ടൽ സൈസ് 32 ബിറ്റായി മാറിയത് കേട്ടോ. 8+8+8+8 32. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A device that modulates signals to encode digital information and demodulates signals to decode the transmitted information. ഇത് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റീസിൽ, അതായത് കേരള യൂണിവേഴ്സിറ്റി 2016 നടത്തിയ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇത് നെറ്റ്വർക്ക് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്. അതായത് ഡിജിറ്റൽ ഇൻഫർമേഷനെ ഡിജിറ്റൽ ഇൻഫർമേഷനെ എൻകോഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഡിമോഡുലേറ്റ് ചെയ്യുകയും ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്ന ഡിവൈസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ A മോഡം, ഓപ്ഷൻ B ഡീകോഡർ, ഓപ്ഷൻ C എൻകോഡർ, ഓപ്ഷൻ D മോഡുലേറ്റർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മോഡമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് ആക്കുന്നു, അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ആക്കുന്നു അല്ലേ. അതായത് സിഗ്നൽസിനെ എൻകോഡ് ചെയ്യുന്നു. എൻകോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ട്രാൻസ്മിറ്റഡ് ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഒരു റിസീവറിൽ എത്തുമ്പോഴത്തേക്ക് അതിനെ എന്താക്കി മാറ്റുന്നു, അതിനെ ഡീകോഡ് ചെയ്ത് വീണ്ടും ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നു. ഈ പരിപാടി ചെയ്യുന്നത് ആരാണ്, മോഡമാണ് കേട്ടോ. മോഡം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, മോഡുലേഷൻ, ഡീമോഡുലേഷൻ. ഈ 2 വാക്കിൽ നിന്നാണ് മോഡം എന്നുള്ള ഒരു പേര് വന്നത് കേട്ടോ. The size of IP address as per IP version 6 protocol is. IP version 6 പ്രകാരം IP അഡ്രസ്സിന്റെ സൈസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് 2022 നടന്ന SC ഡെവലപ്മെന്റ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ A 32 ബിറ്റ്, ഓപ്ഷൻ B 64 ബിറ്റ്, ഓപ്ഷൻ C 128 ബിറ്റ്, ഓപ്ഷൻ D 256 ബിറ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 128 ബിറ്റ് ആണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ഒരു IP വെർഷൻ 6 അഡ്രസ്സിന് പ്രധാനമായിട്ടും 8 ഫീൽഡാണ് ഉള്ളത് കേട്ടോ. 8 ഫീൽഡുകളാണ് ഉള്ളത്. ഓരോ ഫീൽഡും ഡോട്ട് അല്ലെങ്കിൽ പീരിയഡ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ ഓരോ ഫീൽഡിലും നമ്മൾ ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓരോ ഫീൽഡിലും ഹെക്സാഡെസിമൽ വാല്യൂസ് ആണ് IP അഡ്രസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. 128 ബിറ്റാണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ നെറ്റ്വർക്കിനകത്ത് പുതിയ ഡിവൈസസ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് IP വെർഷൻ 4 ഉപയോഗിച്ചിട്ട് കൂടുതൽ നാൾ നമുക്ക് IP അഡ്രസ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ വളരെ സ്കാലബിൾ ആണ് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓരോ ദിവസം കൂടുന്തോറും റിക്വയർമെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ IP അഡ്രസ്സ് ചിലപ്പോൾ ചെയ്യുന്നത് IP വെർഷൻ 6 അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്പീഡ് ഓഫ് മോഡം ഈസ് മെഷേർഡ് ഇൻ.
ഇത് വന്നിട്ട് 2016 വുമൺ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൽ ചോദിച്ച ചോദ്യമാണ്, ആ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. മോഡത്തിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് എന്തിലാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ബൈറ്റ്സ് പെർ മിനിറ്റ്, ഓപ്ഷൻ ബി ബൈറ്റ്സ് പെർ സെക്കൻഡ്, ഓപ്ഷൻ സി ബിറ്റ്സ് പെർ മില്ലി സെക്കൻഡ്, ഓപ്ഷൻ ഡി ബിറ്റ്സ് പെർ സെക്കൻഡ്. കറക്റ്റ് ആൻസർ ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് BPS എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. മോഡത്തിന്റെ സ്പീഡിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? BPS-ലാണ് കേട്ടോ. നമ്മൾ MBPS എന്നൊക്കെ പറയാറില്ലേ, ബിറ്റ്സ് പെർ സെക്കൻഡ് കേട്ടോ, ബിറ്റ്സ് പെർ സെക്കൻഡ്. എത്ര MBPS സ്പീഡാണ് നമ്മൾ ഇന്റർനെറ്റിലുള്ളത്? 50 MBPS ആണോ, 100 MBPS ആണോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് മോഡത്തിന്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. The largest scale network that connects multiple corporate local area networks together is കേട്ടോ. അതായത് മൾട്ടിപ്പിൾ കോർപ്പറേറ്റ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലാർജ് സ്കെയിൽ നെറ്റ്വർക്കിനെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. 2013 നടത്തിയ ഇത്രയും പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നടത്തിയ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി, ഇത്രയും തസ്തികയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾ ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം സ്പീഡ് അറ്റ് വിച്ച് ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ 2 നോഡ്സ് ഓൺ എ നെറ്റ്വർക്ക് ഈസ് കാൾഡ്. ഒരു നെറ്റ്വർക്കിനകത്ത് 2 കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ 2 ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഈ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനായിട്ട് എടുത്ത മാക്സിമം സ്പീഡ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ആ ഒരു ടേമിനെ പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് 2012 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ ബാൻഡ് വിത്ത്, ഓപ്ഷൻ ബി ഫൈഡലിറ്റി, ഓപ്ഷൻ സി കൺജഷൻ, ഓപ്ഷൻ ഡി വെലോസിറ്റി. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ബാൻഡ് വിത്ത് ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു 1, 2 മാർക്ക് കിട്ടാൻ തക്ക കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളെല്ലാവരും ഈ ക്ലാസ് പരമാവധി പ്രയോജനപ്പെടുത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെ വരിക, എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ബൈ.